പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാപ്പു പാപ്പു എവിടെയെങ്കിലും ഒരു ചെറിയ സൗണ്ട് കേട്ടാൽ മതി, പിന്നെ കിടന്ന് കുറച്ചിട്ടേക്കും. ഇവിടെ വാ. ചെടിയൊക്കെ കടിച്ച് തിന്നേക്കാണ് ജോലി ആട്ടിനെ പോലെ. ഇവ അകത്തോട്ട് കയറാതെയാണ് ഞാൻ ഈ നെറ്റ് എടുത്ത് ഇവിടെ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ കയറി അഴുക്കാക്കും. അങ്ങൊക്കെ പോയി ചെളിയൊക്കെ ചവിട്ടി പിന്നെ എൻ്റെ മുടിയൊക്കെ കൊഴിയും. അതുകൊണ്ട് വലയെടുത്ത് ഇങ്ങനെ കെട്ടിയിരിക്കണം. ഇതിങ്ങനെ കെട്ടുമ്പോൾ പിന്നെ ഇങ്ങോട്ട് കയറൂല. ഡേ പാപ്പു പാപ്പു പോ, ബേക്കി പോ. കെട്ടിട്ടാ കണ്ണാ, പാപ്പുനെ പിടിച്ച് കെട്ട്. പറഞ്ഞിട്ട് കേൾക്കില്ല എന്താ പറയുമ്പോൾ മിണ്ടല്ല. പോടാകത്ത് അങ്ങ് ബേക്കി പോ. ഡേയ് പാപ്പു, ഡേയ് കെട്ടിട്ടാ. സിത്തു നീ ബാ. സിത്തു കുശും പിടിച്ചവൻ. ഇത്ര സമയം കിടന്ന് ഉറങ്ങി കേട്ടോ. ഇപ്പം വേണ്ടി 4:30 ഉറങ്ങിപ്പേ. അങ്ങനെ കിടന്നു നല്ല ഉറക്കമുണ്ട്. തൊണ്ട വേദന. അപ്പം എന്തോ പനി വരാനാ എന്തോന്ന് അറിയില്ല. അങ്ങനെ നല്ല തൊണ്ട വേദന. തേയില കുടിക്കണം. പിന്നെ 6 മണിയാകുമ്പോൾ വിളക്ക് വയ്ക്കണം. പിന്നെ കുഞ്ഞിതാ ഇവിടെ കിടക്കണേണ്ട. കുഞ്ഞ് കിടക്കണേണ്ട. അവളെപ്പോഴും ഇവിടെ വന്ന് കിടക്കുള്ളൂ. അങ്ങനെ തേയില കുടിക്കാട്ട്. ഈ പൊരി കേട്ടാന്ന് മണ്ടക്കാട്ട് പോയപ്പോൾ 1 കവർ വാങ്ങി. ഇപ്പം കൊല്ലങ്കോട് തൂക്കത്തിന് പോയപ്പോഴും 1 കവർ പൊരി വാങ്ങി. ഇത് തേയിലൂടെ കഴിക്കാൻ കൊള്ളാം കേട്ടോ. അങ്ങനെ കുറച്ച് പൊരി. ഈ ഒരുപാടായിപ്പോ. ഉപ്പുമില്ല ഇനിപ്പുമില്ല. പിന്നെ നല്ല പിച്ചിപ്പൂവിൻ്റെ മൊട്ട് പോലെ ഇരിക്കണം. തേയില കുടിക്കാൻ വേറെ ഉണ്ട്. അവലോസുണ്ട്, തേങ്ങകളുണ്ട്. ഇന്ന് തേയിലയും പൊരിയും. തേയില ഞാൻ നിറയെ കുടിക്കും കേട്ടാ. എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ നിറയെ കുടിക്കും. ഇപ്പം വൈകുന്നേരമാണ് കഞ്ഞി വെക്കണത്. വൈകുന്നേരം ചൂടോടെ കഞ്ഞി കുടിക്കാമല്ലോ. തൊണ്ട വേദന ഉണ്ട്. അപ്പം ചമ്മന്തി അരച്ചിട്ട് കഞ്ഞിയും ചമ്മന്തിയായിട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇപ്പാണ് കഞ്ഞി വയ്ക്കുന്നത്. ഉച്ചയ്ക്ക് രാവിലത്തെ കാപ്പി കുടിച്ചു. കഞ്ഞിയിട്ട് വെന്തില്ല, വേവാറായി. കുറച്ച് രാത്രിത്തേക്ക് മാത്രം ഉണ്ട്. അതുകൊണ്ട് ശകല അരിയിട്ട് ചമ്പാവരി ചൂടോടെ കുടിക്കല്ല രാത്രി. അത് വേവട്ടെ. നീ എന്തിനാണ് ഇവിടെ വന്ന് കിടക്കണേ? എന്തിനിവിടെ വന്ന് കിടക്കണേ? പേരൊക്കെ നിൽക്കണം. അപ്പം മഴ പെയ്തിരും. ഉച്ചയ്ക്ക് കഴിഞ്ഞ് പഴുത്തൊന്നും ഇല്ല. അതാവും അങ്ങനെ പറിക്കാന്ന് വിചാരിച്ച്. അങ്ങനെ പറിക്കട്ടെ. എൻ്റെ കൈയൊടിവി പോയി എൻ്റെ അകത്ത് ടിന്നിൻ്റെ അകത്ത്.
പഴുത്ത് നിന്നേട്ടാ, പഴുത്ത് കുറേ നിൽക്കണം. 4 നിൽക്കണേട്ടാ. 2 ദിവസം കഴിയുമ്പോൾ അത് പഴുക്കും. വാ മോന്, വാ പാപ്പു. പറിക്കണം, കഴിക്കണം, പറിക്കണം, കഴിക്കണം. നല്ല മധുരമുണ്ട് കേട്ടോ. വെള്ള പേരക്കെങ്കിലും നല്ല മധുരമുണ്ട്. കഴിവാത്തത് നമ്മളവിടെ നിന്ന് പറിച്ചു തന്നെയല്ല, അതുകൊണ്ടാണ് കഴിവാത്തത് കേട്ടോ. കഞ്ഞിയൊക്കെ റെഡിയായി കേട്ടാ. കഞ്ഞി ചമ്മന്തി അരച്ചില്ല, തേങ്ങ ഇട്ട് കുടിക്കാന് തോന്നിയില്ല. ഇനിയിപ്പം ചമ്മന്തി അരയ്ക്കാൻ വയ്യ. തൊണ്ട വേദന എല്ലാം കൂടെ ആയപ്പം കുറച്ച് തേങ്ങ തിരികെ ഞാൻ എടുത്ത്, കുറച്ച് മതി. ചൂട് കഞ്ഞിയിൽ തേങ്ങ ഇട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റ്. മതി കഞ്ഞി. ബാക്കി അമ്മ ഇത്രയും കഞ്ഞി ഇനിയും ബാക്കി വരും. അവൻ ശകലേ കുടിക്കുള്ളൂ. ഈ അരിയിൽ കഞ്ഞി കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് വെള്ളം കൂടെ ഇട്ടിട്ട്, ഉപ്പൊക്കെ നേരത്തെ ഇട്ടാണ്. തേങ്ങ തിരിയിട്ട് കുടിക്കേ, നല്ല ചൂടുണ്ട്. ഞാനൊരു സ്പൂൺ എടുക്കട്ടെ. അങ്ങനെ കഞ്ഞി റെഡിയായി. അവിടെ ഇരുന്നാണ് കുടിക്കണേ. അപ്പോൾ പാപ്പു രാത്രി എന്താണ് ഏടെ? ഡേ ഇങ്ങോട്ട് കയറാൻ പാടില്ല, വല കെട്ടിക്കണുണ്ട് അല്ലേ? നമ്മളവിടെ നമ്മളെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വെളിയിൽ രാത്രി ലൈറ്റ് ഇട്ടിരിക്കും കേട്ടോ. നമ്മൾ ഇവിടെ ഫ്രണ്ട് കഥവ് പൂട്ടണ വരെ ലൈറ്റ് ഇട്ടിരിക്കും. അപ്പോൾ അവിടെ വെളിച്ചം കിട്ടും, അല്ലെങ്കിൽ ഇരുട്ടായിട്ട് കിടക്കും. എന്തോ ചെടിയുടെ ഇടയിൽ എന്തോ ഒക്കെ പോകുന്ന ചെറിയ കുഞ്ഞും മാക്കാന എന്തെങ്കിലുമൊക്കെ പോണതിനെ നോക്കി നോക്കി പിടിച്ചിട്ട് ഇനിയിപ്പോൾ ചട്ടിയൊക്കെ തള്ളിയിടും. പാപ്പു അയ്യോ, ഒന്നേ ചെടിക്ക് വെള്ളം എത്തിയില്ല. ഡേയ് ഇവിടെ വാ. ആ ചട്ടിയൊന്ന് മറിച്ചിടല്ലേ, ദോസിത്തായി. അവിടെ എന്തോ കണ്ട്, മാക്കാനെന്തോ കണ്ട്. ചട്ടി ഇപ്പം പോവും. ഡേ ഇവിടെ വാടാ, ഇവിടെ വാടാ. ചോറ് വേണോ? വാ, ചോറ് വേണോ? ഡേ മോന് കഞ്ഞി കുടിക്കണ കേട്ടാ. അതായിരിക്കണ കഞ്ഞി, ചൂട് കഞ്ഞി. തേങ്ങ ചമ്മന്തി അരയ്ക്കുന്നില്ല, ഇപ്പം രാത്രി ആയതുകൊണ്ട് മടിച്ച്. തേങ്ങ കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ എന്താ പറയുക, നമ്മളെ വീഡിയോ ഇപ്പം ഒരുപാട് പേര് കാണുന്നുണ്ട്, കുറേ നേരത്തെ നിന്ന് കാണുന്നുണ്ട്. ഇനിയും നമ്മളെ വീഡിയോ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ അറിയിക്കണം. പിന്നെന്തോന്ന്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെന്തോന്ന്, എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.